ഹലോ ഡിയർ ആസ്പിരൻസ്, തക്ഷശില ES അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രിലിംസ് ഫോക്കസ്ഡ് ആയിട്ട് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന, ഇനിയും ചോദ്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള ചില ടോപ്പിക്കുകളാണ് പരിചയപ്പെടുത്തുക. പിന്നെ അതിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. സ്പീഷീസ് ഇൻ ന്യൂസ്, ഒലിവ് റിഡ്ലി ടർട്ടിൽ. ഒലിവ് റിഡ്ലി ടർട്ടിൽ എന്നുള്ളത് UPSCയെ സംബന്ധിച്ച് വളരെ ഇഷ്ടമുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ്. കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഒലിവ് റിഡ്ലി ടർട്ടിൽസിന്റെ ന്യൂസുകൾ എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള മറ്റ് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് UPSC പല തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ വർഷവും ഒലിവ് റിഡ്ലി ടർട്ടിൽ ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ്. അപ്പൊ എന്താണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ആർ ദ സെക്കൻഡ് സ്മോളസ്റ്റ് ആൻഡ് മോസ്റ്റ് അബണ്ടന്റ് ഓഫ് ഓൾ സീ ടർട്ടിൽസ് ഫൗണ്ട് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും അതിൽ തന്നെ സെക്കൻഡ് സ്മാളസ്റ്റുമായിട്ടുള്ള സീ ടർട്ടിലാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഓർക്കുക, സെക്കൻഡ് സ്മോളസ്റ്റ് എന്നാ പറഞ്ഞേക്കണം. അപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, സ്മോളസ്റ്റ് ടർട്ടിൽ ഏതാണെന്നുള്ളത്. അതിന്റെ ഉത്തരമാണ് കെംസ് റിഡ്ലി ടർട്ടിൽ. ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ടർട്ടിലാണ് കെംസ് റിഡ്ലി സീ ടർട്ടിൽ ആണ് ആർ ദ സ്മോളസ്റ്റ് സീ ടർട്ടിൽ ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ സീ ടർട്ടിൽ എന്ന് പറയുന്നത് കെംസ് റിഡ്ലി ടർട്ടിൽ ആണ്. സെക്കൻഡ് സ്മോളസ്റ്റ് ആണ് ഏത്? ഒലിവ് റിഡ്ലി ടർട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അരിബഡാസ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ പരിചയപ്പെടണം. അരിബഡാസ്. ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ പോലെ തന്നെ നമ്മൾ സ്മോളസ്റ്റ് ടർട്ടിൽ എന്ന് പറഞ്ഞ കെംസ് ടർട്ടിൽസുമായിട്ടും ബന്ധപ്പെടുത്തിയും നമ്മൾ അരിബഡാസ് പഠിക്കാറുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഞാൻ അതിനെ കുറിച്ചൊന്ന് പറയാം. ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ആൻഡ് ദ കെംസ് ടർട്ടിൽസ് ആർ ബെസ്റ്റ് നോൺ ഫോർ ദെയർ യുണീക് സിങ്ക്രോണൈസ്ഡ് മാസ് നെസ്റ്റിംഗ് കാൾഡ് അരിബഡാസ്. അപ്പൊ അവരുടെ മാസ് നെസ്റ്റിങ്ങിന് പറയുന്ന പേരാണ് അരിബഡാസ്. അപ്പോ എങ്ങനെയാണ് ഈ അരിബഡാസ് രൂപീകരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അതായത് ആയിരക്കണക്കിന് ഫീമെയിൽ ടർട്ടിൽസ് ഒരുമിച്ച് വന്ന് ഏതെങ്കിലും ഒരു ബീച്ചിൽ മുട്ടയിടാനായിട്ട് അത് സെലക്ട് ചെയ്യും, ആ ഒരു ബീച്ച്. അപ്പൊ നമ്മളെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒഡീഷ തീരത്തുള്ള ബീച്ചുകളെല്ലാം സീ ടർട്ടിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നാലെ നമ്മൾ അത് നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അരിബഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീ ടർട്ടിൽസിന്റെ മാസ് നെസ്റ്റിംഗ് പ്ലേസിന് പറയുന്ന പേരാണ് അരിബഡാസ് എന്ന് പറയുന്നത്. അതിപ്പോ നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് മാത്രമല്ല, കെം ടർട്ടിൽസ് അടക്കമുള്ള ഒരുമാതിരി സീ ടർട്ടിൽസ് എല്ലാം ഈ അരിബഡാസ് സെറ്റ് ചെയ്യാറുണ്ട്. മാസ് നെസ്റ്റിംഗ് ആണ് നടക്കുക. അപ്പൊ അരിബഡാസ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആകുന്നത്, നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടിൽസും ഇതുപോലെ തൗസൻഡ്സ് ഓഫ് ഫീമെയിൽസ് കം ടുഗദർ ഇൻ ദ സെയിം ബീച്ച് ടു ലേ എഗ്സ്. അപ്പൊ ആ നെസ്റ്റിംഗ് പ്ലേസിന്, ആ മാസ് നെസ്റ്റിംഗ് പ്ലേസിന് നെസ്റ്റിങ്ങിന് പറയുന്ന പേരാണ് അരിബഡാസ് എന്ന് പറയുന്നത്. അപ്പൊ അരിബഡാസ് എന്നുള്ള ടേം നിങ്ങൾ പരിചയപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇനി നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് പഠിക്കുക. നമ്മുടെ ഒഡീഷ തീരത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ കാണുക. അപ്പൊ ഇതൊരു സീ ടർട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ജനറലി ദ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ലിവിംഗ് ഇൻ വാം വാട്ടേഴ്സ് ഓഫ് ദ പസഫിക്, അറ്റ്ലാന്റിക് ആൻഡ് ഇന്ത്യൻ ഓഷൻ. അപ്പൊ പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഇന്ത്യൻ ഓഷനിലും കാണുന്നുണ്ട്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, വാം വാട്ടേഴ്സിലാണ് കാണുക. അപ്പൊ വാം വാട്ടേഴ്സ് ഉള്ള റീജിയൻസ്, അപ്പൊ നമുക്കറിയാം ഓഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ വാം വാട്ടേഴ്സും ഉണ്ട്, കോൾഡ് വാട്ടേഴ്സും ഉണ്ട്. അപ്പൊ അതിൽ വാം വാട്ടേഴ്സ് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് കാണുക. ഇൻ ജനറലി നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസിന്റെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ. ട്രോപ്പിക്കൽ റീജിയൻ അപ്പുറത്തേക്ക് ഇത് എക്സെപ്ഷണൽ കേസാ, ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷെ ഇൻ ജനറൽ നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ കാണുക. അപ്പൊ ഇന്ത്യൻ ഓഷനിലും അറ്റ്ലാന്റിക് ഓഷനിലും പസഫിക് ഓഷനിലും ഉണ്ട്. അതിൽ തന്നെ വാം വാട്ടേഴ്സ് ഉള്ള ആ ഒരു റീജിയൻ, വാം വാട്ടേഴ്സ് ഉള്ള റീജിയനിലാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ഇനി നമുക്കറിയാം, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഫോർ മാസ് നെസ്റ്റിംഗ് ദേ അറൈവ് അറ്റ് ഗഹിർമാത മറൈൻ സാങ്ച്വറി
ബിദർഗർഗ നാഷണൽ പാർക്ക് ഇൻ ഒഡീഷ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അപ്പൊ നമുക്കറിയാം ഒഡീഷയുടെ കോസ്റ്റ് ആണ്. ഒഡീഷ മാത്രമല്ല, ബേ ഓഫ് ബംഗാളിന്റെ ചില റീജിയൻസും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ തന്നെ ഒഡീഷ കോസ്റ്റ് ആണ് നമ്മുടെ ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ തന്നെ ഗഹിർമാത ബീച്ചും അതുപോലെ തന്നെ ബിദർഗർണിക നാഷണൽ പാർക്കും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗഹിർമാത എന്ന് പറയുന്നത് ഒരു മറൈൻ സാങ്ച്വറി ആണ്. ഒരു ബീച്ച് ഉണ്ട്, അതിന്റെ അവിടെ തന്നെ ഒരു മറൈൻ സാങ്ച്വറി ഉണ്ട്. അപ്പൊ ഗഹിർമാത മറൈൻ സാങ്ച്വറി ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് നെസ്റ്റിംഗ് ബീച്ച് ഓഫ് ഒലിവർ റിഡ്ലി ടർട്ടിൽസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഗഹിർമാത മറൈൻ സാങ്ച്വറി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നെസ്റ്റിംഗ് പ്ലേസ് ആണ്. ആരുടെ? ഒലിവർ റിഡ്ലി ടർട്ടിൽസിന്റെ. 1990കളിലാണ് ഈ ഒലിവർ റിഡ്ലി ടർട്ടിൽസ് ഏറ്റവും കൂടുതൽ വന്നൊരു റെക്കോർഡ്സ് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് 6 ലക്ഷത്തിലധികം ടർട്ടിൽസ് ഒരുമിച്ച് വന്ന് ഈ പറയുന്ന ഗഹിർമാത മറൈൻ സാങ്ച്വറിയിൽ മുട്ടയിട്ടതിന്റെ ഒരു റെക്കോർഡൊക്കെ ഉണ്ട്. അതവിടെ വിട്ടേക്ക്. UPSC അങ്ങനെ അത് ഏത് വർഷം അതിന്റെ റെക്കോർഡ് എത്ര മുട്ടയിട്ടു അല്ലെ എത്ര ഫീമെയിൽ ടർട്ടിൽസ് വന്നു എന്നൊന്നും ചോദിക്കില്ല. ഞാൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ മനസ്സിലാക്കാം, ഗഹിർമാത മറൈൻ സാങ്ച്വറി ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് നെസ്റ്റിംഗ് ബീച്ച് ഓഫ് ഒലിവർ റിഡ്ലി ടർട്ടിൽസ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ധർമ്മ റിവർ മൗത്ത് ഇൻ ദ നോർത്ത് ടു ബ്രാഹ്മണി റിവർ മൗത്ത് ഇൻ ദ സൗത്ത്. അപ്പൊ ഈ ഗഹിർമാത മറൈൻ സാങ്ച്വറിയുടെ ലൊക്കേഷൻ ഒന്ന് മനസ്സിലാക്കുക. അതായത് ധർമ്മ റിവർ, നോർത്തില് ധർമ്മ റിവർ മുതൽ സൗത്തില് ബ്രാഹ്മണി റിവർ മൗത്ത് വരെയുള്ള ആ ഒരു റീജിയൻ ആണ് മൊത്തത്തില് ഗഹിർമാത മറൈൻ സാങ്ച്വറി എന്ന് പറയുക. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നമുക്കറിയാം, നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇൻ ജനറൽ ദ ഒലിവർ റിഡ്ലി ടർട്ടിൽസ് ആർ ഫൗണ്ട് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. നമ്മൾ പറഞ്ഞു ഒഡീഷ കോസ്റ്റ് ബേ ഓഫ് ബംഗാൾ റീജിയൻ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ പല സ്ഥലങ്ങളിലും നമ്മൾ ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനറലി നമ്മുടെ കൊറോമണ്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലാണ് ഈ പറയുന്ന ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പല പുസ്തകങ്ങളിലും പല കറണ്ട് അഫയേഴ്സ് മാഗസിനിലൊക്കെ വായിച്ചിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പൊതുവെ ഇത് ബേ ഓഫ് ബംഗാളിൽ മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ ബേ ഓഫ് ബംഗാളിൽ മാത്രമല്ല, ഇന്ത്യൻ ഓഷന്റെ പല ഭാഗങ്ങളിൽ ഇതിന് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഒലിവർ റിഡ്ലി ടർട്ടിൽസ്. നമ്മുടെ ഇപ്പുറത്ത് അറേബ്യൻ സീ ഏരിയയിലും നമുക്ക് ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കർണാടകയിലെ ഈ പറയുന്ന ഹോണവാർ എന്ന് പറയുന്ന ഒരു പോർട്ട് റീജിയൻ ആണ്. അപ്പൊ ആ ഹോണവാർ റീജിയനിലൊക്കെ നമുക്ക് ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവരവിടെ വന്ന് അവരുടെ മാസ് എഗ് ലേയിങ് പ്രോസസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോ ജനറലി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും കൊറോമാണ്ടൽ കോസ്റ്റിലാണ് ഇന്ത്യയിൽ നമ്മൾ ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബേ ഓഫ് ബംഗാൾ റീജിയനിലാണെന്ന് പറയുമെങ്കിലും ഇന്ത്യൻ ഓഷന്റെ മറു സൈഡ്, അതായത് ഇന്ത്യൻ ഓഷന്റെ ഭാഗമാണല്ലോ ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയും ഒക്കെ. അറേബ്യൻ സീ റീജിയനിലും നമുക്ക് ഒലിവർ റിഡ്ലി ടർട്ടിൽസിന്റെ നെസ്റ്റിംഗ് പ്ലേസുകൾ കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഉദാഹരണമാണ് കർണാടകയിലെ ഹോണവാർ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പല കുട്ടികളുടെയും ഉള്ളിൽ ഒരു മിസ്കൺസെപ്റ്റ്, ഇത് അപ്പുറത്തെ സൈഡിലേ ഉള്ളൂ, ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ കൂടിയാണ് പറഞ്ഞത്. ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിലും ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റൽ സൈഡിലും, അതായത് അറേബ്യൻ സീ സൈഡിലും എന്തുണ്ട്, ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുകൂടി അറിഞ്ഞു വെക്കുക. ഇനി UPSC ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് IUCN റെഡ് ലിസ്റ്റും ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടും ഒക്കെ വെച്ചിട്ടായിരിക്കും ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുക. അപ്പൊ നമ്മുടെ ഒലിവർ റിഡ്ലി ടർട്ടിൽ ഈ പറയുന്ന IUCN റെഡ് ലിസ്റ്റിലുണ്ട്. അതിൽ വൾണറബിൾ സ്റ്റാറ്റസ് ആണ്. ഓർത്ത് വെക്കുക, IUCN റെഡ് ലിസ്റ്റില് ഒലിവർ റിഡ്ലി ടർട്ടിൽസിന് വൾണറബിൾ സ്റ്റാറ്റസ് ആണുള്ളത്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 വരുന്ന ഒരു ജീവിയാണ് ഒലിവർ റിഡ്ലി ടർട്ടിൽ എന്ന് മനസ്സിലാക്കുക. അപ്പൊ IUCN റെഡ് ലിസ്റ്റില് വൾണറബിളും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടില് ഷെഡ്യൂൾ 1 എന്ത് വരിക, ഒലിവർ റിഡ്ലി ടർട്ടിൽസ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒലിവർ റിഡ്ലി ടർട്ടിൽസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഫാക്ടുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കീപ് ഗോയിങ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.